ഹലോ നമസ്കാരം. ഇന്നും മഴയാണ് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. ഇടയ്ക്കൊരു ദിവസം നല്ല ഇടിമിന്നലും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനെൻ്റെ കുറച്ച് ചെടികളൊക്കെ എടുത്തിട്ട് ഷെയ്ഡിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതെല്ലാം കഴിഞ്ഞ ദിവസത്തെ ഭയങ്കര കാറ്റും മഴയും കാരണം ഷെയ്ഡിലുള്ള ചെടികളൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെടികളെയൊന്നും അങ്ങനെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ കുറച്ച് കമേലിയ പ്ലാന്റ്സിൻ്റെ തൈ ഞാൻ ചട്ടിയിലാക്കി വെച്ചിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റി കരിയില എല്ലാം കൂടെ കൂടിക്കിടന്നിട്ട് ഇവിടെ വേറെ ഏതെങ്കിലും ചെടികൾ വെക്കണം. ഈ വിങ്കയാണ് ഇത് കേട്ടോ. ഞാൻ തൈ നട്ടുപിടിപ്പിച്ചതാണ്, സീഡിട്ട് മുളപ്പിച്ചതാട്ടോ. ഞാൻ ഓൺലൈനായിട്ട് സീഡ് വാങ്ങി. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആമസോണിൽ നിന്ന് എന്തോ കിട്ടിയതാണ്. മുമ്പ് വാങ്ങി വെച്ചിരുന്നു, ഈ ഇടയ്ക്കൊന്നും അല്ല കേട്ടോ, കുറേ നാളായി മുമ്പ് വാങ്ങി വെച്ചിരുന്ന കുറേ സീഡ്സിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഞാൻ പാകി കിളിപ്പിച്ചു. എന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഇത് നാടനാണെന്ന് തോന്നുന്നു ലീഫ് കണ്ടിട്ട്. ഇത് കണ്ടോ, സ്റ്റെമ്മ് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ ഇപ്പോൾ കുറേ ബ്രാഞ്ചസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഷെയ്ഡിലാണ് വെച്ചിരുന്നത്. ഇതിന് ഒത്തിരി മഴ വേണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ഇവിടെ വേറൊരു ചട്ടിയിലുണ്ട്. ഇത് ഞാൻ ഇതുപോലെ ചട്ടിയിലോട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള എടുത്ത് കമ്പൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് ഷെയ്ഡിൽ വെച്ചിരിക്കുമായിരുന്നു. എല്ലാം ഇപ്പോൾ മഴ കൊണ്ട് ചീയോന്നറിയത്തില്ല. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ നിന്ന് വാങ്ങിയത് ഇപ്പോൾ മഴയത്താണ് ഇരിക്കുന്നത്. അതുപോലെ ഇവിടെ ജമന്തിയുടെയൊക്കെ തൈകൾ പോട്ടിൽ വെച്ചിരിക്കണതൊക്കെ മുട്ടൊക്കെ വന്നെങ്കിലും ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാം നമുക്ക് ഷെയ്ഡിലോട്ട് മാറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ. ഷെയ്ഡിൽ വെക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടിട്ട് ഇതിൻ്റെയൊക്കെ ഒന്ന് സ്റ്റെമ്മൊക്കെ ഒടിച്ചൊക്കെ വിടുന്നുണ്ട് ബുഷായിട്ട് വരാനായിട്ട്. ഈ പൂക്കളിങ്ങനെ നിൽക്കും. ഇതിനിപ്പം ഞാനിവിടെ പുറത്ത് തന്നെ വെച്ചിരിക്കണം. മുമ്പ് ഞാൻ ഷെയ്ഡിലായിരുന്നു വെച്ചിരുന്നത്. അപ്പം ഞാൻ ഷെയ്ഡിലോട്ട് എൻ്റെ അഡീനിയം പ്ലാന്റ്സിനെയൊക്കെ കൊണ്ടുവച്ച കാരണം എങ്ങനെ എന്താ പറയുക, അഡീനിയം പ്ലാന്റ്സിനെ വെച്ചാലും ബാക്കിയെല്ലാ പ്ലാന്റ്സിനെ ഷെയ്ഡിൽ വെക്കാൻ പറ്റുന്നില്ല. ഇനി മഴ കൂടുതലായിട്ട് നനഞ്ഞ് ഇതിനൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണം ഈ ചെടികളെയൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ മാറ്റി വെക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ വെയിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചെടുത്ത് വെച്ച അന്ന് തൊട്ട് മഴയാണ് കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ ഞാൻ ഷെയ്ഡിൽ വെച്ചിരിക്കുന്ന ചെടികളാണ്. ഇത് ഡാലിയ കേട്ടോ. ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. 3 പ്ലാന്റ്സ് വാങ്ങിയായിരുന്നു. അതിലൊരു പ്ലാന്റ് പിടിച്ചില്ല കേട്ടോ. കൊണ്ടുവന്ന് ഞാൻ നട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പോയി. ഇതൊക്കെ ഇപ്പോൾ 1 മാസമായിട്ടുണ്ട്. ഇതിൽ തന്നെ ഇങ്ങനെ പൊങ്ങിപ്പോയിക്കുമായിരുന്നു. അപ്പോൾ ആ കമ്പൊക്കെ ഒടിച്ച് സൈഡിൽ ആ സെയിം പോട്ടിൽ തന്നെ ഞാൻ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. പിടിച്ചെന്ന് തോന്നുന്നതുപോലെ ഇവിടെ ഒരു കുഞ്ഞു കമ്പ് മാറ്റി നട്ടത് കണ്ടോ, അതിൽ മൊട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതും ഒരു ഡാലിയാണ്, ഇതും പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മഴ കൊള്ളാണ്ട് ഷെയ്ഡിലോട്ട് വെച്ചിരിക്കുക. ഇതിന് നല്ല വെയിൽ വേണം, പക്ഷേ ഓവർ വാട്ടർ പാടില്ല. അപ്പം ചട്ടിയിലായതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുക. അതുപോലെ ബോഗൺവില്ലയും അഡീനിയം പ്ലാന്റ്സും ഒക്കെ. ഈ ഒരു ബോഗൺവില്ലയിൽ മാത്രം നന്നായിട്ട് പൂവുണ്ട്. അഡീനിയൊക്കെ കഴിഞ്ഞ ദിവസത്തെ മഴ കാറ്റടിച്ച് നനഞ്ഞു കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് അസേലിയ പ്ലാന്റ്സ് ഉണ്ട്. നമ്മുടെ ഒരു ജെർബറ പ്ലാന്റ് ഉണ്ട്. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വാങ്ങിയതാണ്. പൂവ് ഇപ്പോൾ ഒരു വാങ്ങിയാന്നിട്ടൊരു 10 ദിവസത്തിൽ കൂടുതലായിട്ടുണ്ട് വാങ്ങിയിട്ട്. അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഒരു മൊട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് മുട്ടിനകം കാണാൻ. ഞാൻ എത്ര ശ്രമിച്ചിട്ടും വളർത്താൻ പറ്റാത്ത ഒരു ചെടിയാണ് ബോൾസം, ചൈനീസ് ബോൾസം. അങ്ങനെ ട്രൈ ചെയ്ത് ഇങ്ങനെ 3 എണ്ണം നട്ടുപിടിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, ജമന്തി ഞാൻ കോംബോ ഓഫറിന് തൈ വാങ്ങി നട്ട് ഇങ്ങനെ മഴവെള്ളം വീഴാതെ ഇവിടെ വെച്ചിരിക്കുകയാണ്. എന്നാൽ അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റും കിട്ടണമല്ലോ. അങ്ങനെ ഇതൊക്കെ ഷെയ്ഡിൽ ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. ഉണ്ട് നമ്മുടെ കാർഡിനൽ ക്രീപ്പർ പ്ലാന്റിൽ നന്നായിട്ട് മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിറയെ മൊട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു സീസണൽ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. കാരണം ഇത് കുറേ നാളായിട്ട് വിടരാണ്ട് മൊട്ടില്ലാണ്ടിരിക്കുമായിരുന്നു. ഇപ്പം നിറയെ മൊട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോൾ അങ്ങനെ മഴയായതുകൊണ്ട് ചെടികളെ പരിപാലിക്കാനൊന്നും പറ്റുന്നില്ല. എന്നാലും ചെറുതായിട്ട് മഴ തോർന്ന സമയത്ത് ഇറങ്ങി വന്ന് നോക്കുന്നതാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ബൈ ബൈ.